2 ദിവസത്തിന് ശേഷമുള്ള ഒരു ഞായറാഴ്ച രാവിലെ തന്നെ ഇന്ദു അടുക്കളയിലായിരുന്നു. രാജേശ്വരിയുടെ നിർദ്ദേശപ്രകാരം കുറേ നോൺ വെജ് ഐറ്റങ്ങൾ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അവൾ. ഇന്ദു കിച്ചണിൽ കയറുന്ന സമയം സെർവൻസ് അവൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും ചെയ്യരുതെന്ന് രാജേശ്വരിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. 2 മണിക്കൂർ കൂടി കടന്നുപോയി. അടുക്കളയിൽ പൊരിച്ച മീനിൻ്റെയും ബീഫിൻ്റെയും ചെമ്മീനിൻ്റെയും ഒക്കെ കൊതിയൂറുന്ന മണം പരന്നു. ഇന്ദു പാത്രങ്ങൾ കഴുകിവെച്ച് അടുക്കള ഒരുക്കി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് രാജേശ്വരി അങ്ങോട്ട് കടന്നു വന്നത്. കഴിഞ്ഞില്ലടി ഇതുവരെ, എത്ര നേരായി? അവർ രൂക്ഷമായി അവളെ നോക്കി. കഴിഞ്ഞമ്മേ, ഇനി ഒന്നുമില്ല. ഇന്ദു സാരിത്തുമ്പുകൊണ്ട് മുഖം തുടച്ചു. രാജേശ്വരി പാത്രങ്ങളുടെ അടപ്പ് പൊക്കി എല്ലാ ഐറ്റങ്ങളും ഒന്ന് രുചിച്ചു നോക്കി. അവസാനം നാവിൽ വെച്ചത് പൊരിച്ച ചെമ്മീനായിരുന്നു. അതിൻ്റെ രുചിയിൽ അവരുടെ നാവിൽ വെള്ളമൂറി. മറ്റുള്ള കറികളും ഗംഭീരമായിരുന്നു. എങ്കിലും ഇന്ദുവിൻ്റെ മുന്നിൽ അത് സമ്മതിക്കാൻ എപ്പോഴും എന്നതുപോലെ അവർ തയ്യാറല്ലായിരുന്നു. എന്താടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒന്നും നാവിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. ഒന്നിനും കൊള്ളാത്ത ഈ നശൂലത്തിന് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടി വന്നല്ലോ. കാശോ അന്തസ്സോ ഇല്ല എന്ന സാധാരണ പെണ്ണുങ്ങളെപ്പോലെ ഭർത്താവിനും കുടുംബക്കാർക്കും വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കാൻ അറിയോ? അതുമില്ല. അവരുടെ കടുത്ത വാക്കുകൾ കേട്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എപ്പോഴും ഇങ്ങനെയാണ്. എത്ര നന്നായി ഫുഡ് വെച്ചാലും അമ്മ കുറ്റമേ പറയൂ. വരുൺ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നിന്ന് കിണങ്ങാതെ മുറിയിലേക്ക് പോടി. ഇന്ദു അനുസരണയോടെ തലയാട്ടിയതിനു ശേഷം ബെഡ്റൂമിലേക്ക് ചെന്നു. വരുൺ കിടക്കയിൽ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നു ഇന്ദു, ഫുഡ് എടുക്ക്. അവൻ്റെ സ്വരം സൗമ്യമാണെന്ന് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. സാധാരണ കടിച്ചു കീറുന്ന വിധത്തിലാണ് സംസാരിക്കുക. ഇപ്പോൾ എടുത്തു വെക്കാൻ വരുണേട്ടാ. വരുണേട്ടൻ ഇരുന്നോളൂ. ഇന്ദു താഴേക്ക് പോയി ഡൈനിങ് ഹാളിലെ കറങ്ങുന്ന മനോഹരമായ ടേബിളിൽ ചോറും പലതരം കറികളും എടുത്തു വെച്ച് വരുണിനെ കാത്തു നിന്നു. കുറച്ചു കഴിഞ്ഞ് വരുൺ കൈ കഴുകി വന്നിരുന്നു. ഇന്ദു അവന് ആഹാരം വിളമ്പി കൊടുത്തു. മണി 1 എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവരുടെ പാത്രങ്ങൾ കൂടി കഴുകി വെക്കേണ്ട ഡ്യൂട്ടി കൂടി ഇന്ദുവിനാണ്. സെർവൻസ് ഉണ്ടെങ്കിലും അതവൾ തന്നെ ചെയ്യണമെന്ന് രാജേശ്വരിക്ക് നിർബന്ധമാണ്. മാത്രമല്ല കഴിച്ചു കഴിയുന്നതുവരെ അവൾ അവിടെ നിന്ന് അവരെ പരിചരിക്കുകയും വേണം. അവരുടെ ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയിലിരുന്നാണ് ഇന്ദു കഴിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ സിത്താരയും ഹേമന്തും രാജേശ്വരിയും വർമ്മയുമൊക്കെ ഡൈനിങ് ടേബിളിലെത്തി. ഇന്ദു അവർക്കും പ്ലേറ്റ് വെച്ച് ആഹാരം വിളമ്പി. ഹേമന്തിൻ്റെ കണ്ണുകൾ ഇന്ദുവിൽ തന്നെയായിരുന്നു. അവൻ അവളെ മോഹഭംഗത്തോടെ നോക്കി. ഇന്ദു അവനെ നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. എന്താടി നോക്കി നിൽക്കുന്നത്? ഹേമന്ത് മുന്നിൽ ചെമ്മീൻ കറി വിളമ്പടി. നീ എന്താ സ്വപ്നം കാണുവാണോ? രാജേശ്വരി അവളെ ശകാരിച്ചു. അത് വിട്ടുപോയതാമേ, ഇപ്പോൾ കൊടുക്കാം. ഇന്ദു പൊരിച്ച ചെമ്മീൻ്റെ പ്ലേറ്റ് എടുത്ത് ഹേമന്തിൻ്റെ അരികിലേക്ക് ചെന്ന് വിളമ്പാൻ തുടങ്ങി. അവൻ്റെ നോട്ടം അവൾ കണ്ടില്ലെന്ന് നടിച്ചു. സിത്താര മോൾക്ക് ആ വിന്താലിട്ട് കൊടുക്ക്. അവൾക്ക് കുറച്ചല്ലേ വിളമ്പിയുള്ളൂ. അവൾക്കത് ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? പിശുക്കി കൊടുക്കാൻ ഇത് നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. ഇന്ദു നന്നായി തന്നെയാണ് സിത്താരയ്ക്ക് കറി വിളമ്പിയത്. എങ്കിലും രാജേശ്വരി പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും സിത്താരയുടെ പ്ലേറ്റിലേക്ക് കറി വിളമ്പി. സിത്താര അവളെ പരിഹാസത്തോടെ നോക്കി. നീയും കൂടി ഇരിക്കിന്ദു, നിനക്ക് വിശക്കുന്നില്ലേ? ദാ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്ക്. ഇന്ദു വിശ്വസിക്കാനാവാതെ വരുണിനെ നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകൾക്കിടയിൽ ആദ്യമായാണ് വരുണേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾ എന്തു വേണമെന്നറിയാതെ പകച്ചു നിന്നു. ഇരിക്കിന്ദു, വരുൺ വീണ്ടും പറഞ്ഞു. അല്ല വരുണേട്ടാ, അത്. ഇന്ദു ഭയത്തോടെ രാജേശ്വരിയെയും മറ്റുള്ളവരെയും നോക്കി. പക്ഷെ അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. നീങ്ങ വന്നേ. വരുൺ ഇന്ദുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ അടുത്ത് കിടന്ന ചെയറിലേക്കിരുത്തി. എന്താ ഇപ്പോൾ ഒരു പുതിയ ശീലമൊക്കെ? ഇതുവരെ ഇവൾ നമ്മളോടൊപ്പമല്ലല്ലോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നത്. സിത്താര ഇഷ്ടക്കേടോടെ മുഖം കനപ്പിച്ചു. അതാ ഞാനും ആലോചിക്കുന്നത്. ഹേമന്തും ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഇന്ദു ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവൾ നമ്മുടെ കൂടെ ഇരുന്നോട്ടെ. പാവം, ഇവൾക്ക് വിശക്കുന്നുണ്ടാകും. വരുൺ ഇന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. വരുൺ ഇങ്ങനെയൊക്കെ തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു. അമ്മയും അച്ഛനും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതെന്താ? സിത്താര അസഹ്യതയോടെ രാജേശ്വരിയെയും വർമ്മയെയും നോക്കി. അവൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയല്ലേ മോളെ. ഞങ്ങൾക്കതിൽ എന്ത് ചെയ്യാനാവും? രാജേശ്വരി ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. വർമ്മയുടെ മുഖത്തും നിർവികാരതയായിരുന്നു. സിത്താര ദേഷ്യം സഹിക്കാനാവാതെ പല്ലുകടിച്ച് ഇന്ദുവിനെ രൂക്ഷമായി നോക്കി. അവൾ രാജേശ്വരിയിൽ നിന്ന് ഇങ്ങനെയൊരു തണുത്ത പ്രതികരണമല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. സിത്താരയുടെ നോട്ടം കണ്ട് ഇന്ദു പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ പിന്നെ കഴിച്ചോളാം വരുണേട്ടാ. ഇന്ദു,
വരുൺ ഗൗരവത്തോടെ വിളിച്ചു. അവൻ്റെ സ്വരം മാറുന്നത് കണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. വരുൺ ഇന്ദുവിൻ്റെ പ്ലേറ്റിലേക്ക് കുറേ ചോറും ചെമ്മീനും ഇറച്ചി ഉലർത്തിയതും മീൻ പൊരിച്ചതും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ വിളമ്പിക്കൊടുത്തു. ദാ കഴിക്ക്, വയറ് നിറച്ചു കഴിക്കണം. ഇന്ദു അമ്പരപ്പോടെ നോക്കി. അത് വരുണേട്ടാ, എനിക്കിതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അവൾ ഭയത്തോടെ രാജേശ്വരിയെ നോക്കി. ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് രാജേശ്വരി ഇന്ദുവിനെ മീനും ഇറച്ചിയുമൊന്നും കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. വല്ലപ്പോഴും വല്ല വിരുന്നുകളിലും മാത്രമേ അവൾക്ക് അത്തരം രുചിയേറിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴുമൊക്കെ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നിന്റെ ഡയറ്റൊന്നും പ്രശ്നമാകില്ല ഇന്ദു. അല്ലെങ്കിൽ തന്നെ നീയൊരു സുന്ദരിയല്ലേ. വരുൺ പറഞ്ഞത് കേട്ട് ഇന്ദു മുഖം കുനിച്ചു. ഇടയ്ക്ക് തല ഉയർത്തി രാജേശ്വരിയെ നോക്കിയപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ആശ്വാസത്തോടെ കഴിക്കാൻ തുടങ്ങി. കുറേ കാലത്തിന് ശേഷം വിഭവസമൃദ്ധമായ ഫുഡ് കിട്ടിയപ്പോൾ അവൾക്ക് വിശപ്പ് കത്തിക്കാളി. സാധാരണ ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് പച്ചക്കറികൾ പുഴുങ്ങിയതും സൂപ്പും മറ്റുമൊക്കെ കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇന്ദുവിൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ട്രെയിനറായ വിമല കൊടുക്കുന്ന ചാർട്ട് അനുസരിച്ചുള്ളതാണ്. പെട്ടെന്ന് സിതാര പ്ലേറ്റ് ശബ്ദത്തോടെ നീക്കിവെച്ചുകൊണ്ട് ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. പക്ഷെ ആ പ്ലേറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇന്ദുവിൻ്റെ കൈപുണ്യം മിസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരുന്നില്ല സിതാരയും രാജേശ്വരിയുമൊക്കെ. ഭക്ഷണം കഴിഞ്ഞതും പാത്രങ്ങളെല്ലാം കഴുകിയൊതുക്കി ഇന്ദു നടുനിവർത്തിയപ്പോഴാണ് വരുണിൻ്റെ വിളി കേട്ടത്. അവൾ ചെന്നപ്പോഴേക്കും അവൻ അവളെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ചു. ഞാൻ കുളിച്ചിട്ട് വരാൻ വരുണേട്ടാ. അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് നീ ഇതുവരെ കുളിച്ചില്ലേ? അത് അപ്പോഴാ അമ്മ പറഞ്ഞത് വരുണേട്ടൻ വിളിക്കുന്നെന്ന്. പിന്നെ ഫുഡ് കഴിക്കാനിരുന്നത് കൊണ്ട്. വരുൺ ഇഷ്ടക്കേടോടെ മൂളി. രാവിലെ ഒന്ന് കുളിച്ചതാണ്. പക്ഷെ അടുക്കളയിൽ കയറിയിട്ട് കുളിക്കാതെ റൂമിൽ ചെല്ലുന്നത് വരുണേട്ടന് ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ വഴക്ക് പറയുമെന്ന് ഇന്ദു ഭയപ്പെട്ടു. ചിലപ്പോൾ തല്ലുകയും ചെയ്യും. പക്ഷെ അവൾ ഭയന്നതുപോലെ ഒന്നും ഉണ്ടായില്ല. പോയി കുളിച്ചിട്ട് വാ ഇന്ദു, ഐ നീഡ് യു. ഇപ്പോൾ വരാൻ വരുണേട്ടാ. അവൻ്റെ സൗമ്യമായ സ്വരം കേട്ട് വിശ്വസിക്കാനാവാതെ അവൾ പറഞ്ഞു. ബാത്റൂമിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോൾ വരുൺ വീണ്ടും വിളിച്ചു. ഇന്ദു, നീ ആ ഷെൽഫ് തുറന്നിട്ട് അതിലുള്ള ഡ്രസ്സിങ് എടുത്ത്. ഞാൻ നിനക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ദു അനുസരണയോടെ ഷെൽഫ് തുറന്ന് ഡ്രസ്സിൻ്റെ പാക്കറ്റ് എടുത്ത് വരുണിന് കൊടുത്തു. അവനത് അഴിച്ചു. വളരെ ട്രാൻസ്പെറൻ്റായ അതിലോലമായ നെറ്റ് കൊണ്ടുള്ള ഒരു സ്ലീവ്ലെസ് ലഹങ്കയായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ സ്കേർട്ട് വളരെ ചെറുതാണ് താനും. മറ്റേത് ഒരു സാരി ആയിരുന്നു. അതും അതിലോലമായ നിഴലടിക്കുന്ന ഒന്നായിരുന്നു. വരുൺ ആ ബ്ലൗസും സ്കേർട്ടും എടുത്ത് ഇന്ദുവിൻ്റെ തോളത്തേക്കിട്ടു. ഇത് ഇട്ടുകൊണ്ട് വന്നാൽ മതി നീ. സാരി പിന്നെ എടുക്കാനുള്ളതാണ്. വരുണിൻ്റെ ചുണ്ടിൽ എപ്പോഴുമുള്ള വഷളൻ ചിരി വിടർന്നു. ഇന്ദു ബാത്റൂമിൽ പോയി വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ഷവറിന് കീഴെ നിന്നു. നഗ്നമായ ശരീരത്തിൽ തണുത്ത വെള്ളം വീഴുമ്പോൾ അവൾ ചിന്തിച്ചത് വരുണിൻ്റെ മാറ്റത്തെ പറ്റിയാണ്. വരുണേട്ടന് എന്തു പറ്റിയാവോ? ഇനി മഹേശ്വരി ചെറിയമ്മ പറഞ്ഞതുപോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ? ഇന്നത്തെ വരുണേട്ടൻ്റെ സ്വഭാവവും പ്രവൃത്തികളുമൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കുളിച്ചതിന് ശേഷം അവർ ഡ്രയർ ഉപയോഗിച്ച് മുടിയുണക്കി. ഒരുപാട് വൈകിയാൽ വരുണിന് ദേഷ്യം വരുമെന്ന് അറിയാമായിരുന്നു. അവൾ ഡ്രസ്സിംഗ് ടേബിളിലെ മിററിന് മുന്നിൽ വന്ന് നിന്ന് വരുൺ കൊടുത്ത ബ്ലൗസും സ്കേർട്ടും ധരിച്ചു. കൈയില്ലാത്ത ആ ബ്ലൗസിൻ്റെ കഴുത്ത് നന്നായി ഇറങ്ങിക്കൊടുക്കുന്നതിനാൽ വല്ലാത്ത നാണം തോന്നി അവൾക്ക്. സ്കേർട്ട് മുട്ടിന് മുകളിൽ നിൽക്കുന്നതാണ്. പിൻഭാഗവും നന്നായി ഇറക്കി വെട്ടിയിരിക്കുന്നതിനാൽ മുതുകും അനാവൃതമാണ്. അവൾ കുറച്ച് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിൽ പുരട്ടി. കയ്യിലും കാലിലും തുടയിലുമായി മോയ്സ്ചറൈസിങ് ക്രീം തേച്ചു. അതിൻ്റെ സുഗന്ധം അവിടെയാകെ പരന്നു. ഒരിക്കൽ കൂടി മിററിൽ നോക്കി എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി. ഇന്ദു ചെല്ലുമ്പോൾ വരുൺ അക്ഷമയോടെ ബെഡിൽ കാത്തിരിക്കുകയാണ്. കയ്യിൽ ഒരു സിഗരറ്റ് പുകയുന്നു. മറുകയിൽ മദ്യത്തിൻ്റെ ഒരു വലിയ ഗ്ലാസുമുണ്ട്. അവളെ കണ്ടപ്പോൾ അവൻ ആവേശത്തോടെ നോക്കി. കം ഹിയർ. വരുൺ വിളിച്ചതും ഇന്ദു അരികിലേക്ക് ചെന്നു. അവൻ അവളെ ബെഡിലേക്ക് ചാരിയിരുത്തി. പിന്നെ അവളോട് ചേർന്നിരുന്നു. ദാ കുടിക്ക്. അവളുടെ ചുമലിൽ വലത് കൈ അമർത്തിക്കൊണ്ട് ഇടത് കൈയിലിരുന്ന ഗ്ലാസ് അവൻ അവളുടെ ചുണ്ടോട് ചേർത്തു. എനിക്ക് വേണ്ട വരുണേട്ടാ, പ്ലീസ്. ഇന്ദു പെട്ടെന്ന് കുതറി. ഒരിക്കൽ അവൻ ബലമായി മുടിക്ക് കുത്തിപ്പിടിച്ച് തന്നെ കൊണ്ട് മദ്യം കഴിപ്പിച്ചത് അവൾ പേടിയോടെ ഓർത്തു. നിന്റെ വരുണേട്ടന് വേണ്ടിയല്ലേ ഇന്ദു, പ്ലീസ് കുറച്ച് കുടിക്ക്, പ്ലീസ് പ്ലീസ്. അവളുടെ എതിർപ്പ് വകവെക്കാതെ അവൻ അതിൽ പകുതിയും അവളെ കൊണ്ട് കുടിപ്പിച്ചു. ഇന്ദുവിൻ്റെ വായിൽ കയ്പ് നിറഞ്ഞു. കണ്ണുകളിൽ ആലസ്യം നിറഞ്ഞു. പതിയെ വരുണിൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ സഞ്ചരിച്ചു. ഇന്ദു ഒന്ന് പിടഞ്ഞു. വരുണിൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു. വരുൺ അവളെ പതിയെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. തന്നിൽ നിന്ന് ബാക്കിയുള്ള വസ്ത്രങ്ങളും അടർന്നു വീഴുന്നത് ഇന്ദു അറിഞ്ഞു.
ആദ്യമൊക്കെ അവളെ വേദനിപ്പിക്കാത്ത വിധം പെരുമാറാൻ വരുൺ ശ്രമിച്ചെങ്കിലും അവനധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ വന്യമായി തന്നെ അവളുടെ ശരീരം സ്വന്തമാക്കി. എങ്കിലും ആദ്യത്തെ സൗമ്യതയിൽ ഇന്ദുവിന് അത്ഭുതം തോന്നി. സോറി ഇന്ദു, നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കൺട്രോൾ വിട്ടു പോയി മോളെ. ഒടുവിൽ അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ബലമായി ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം അവളുടെ വലതു ചുമലിൽ വേദനിപ്പിക്കുന്ന വിധത്തിൽ നുള്ളുകയും ചെയ്തു. ആ, ഇന്ദു ഒന്ന് പുളഞ്ഞു. സാരമില്ല വരുണേട്ടാ, ഇന്ദു വേദനയ്ക്കിടയിലും പറഞ്ഞു. അവൾക്ക് വരുണിന് വാക്കുകളിലും പെരുമാറ്റത്തിലും നേരിയ ആശ്വാസം തോന്നി. ഒന്നുമില്ലെങ്കിലും തൻ്റെ വേദനയെക്കുറിച്ച് ഒരു ബോധമുണ്ട്. ഇതുവരെ അതൊന്നും ഇല്ലായിരുന്നു. നീ എൻ്റെ ഭാഗ്യമാണിന്ദു. അവൻ കൈവിരലാൽ അവളുടെ അധരങ്ങളിൽ ഞെരടി. എനിക്കിതുവരെ അത് മനസ്സിലായിരുന്നില്ല. പക്ഷേ എനിക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് നീയാണ്. എനിക്ക് മനസ്സിലായില്ല വരുണേട്ടാ. അതൊക്കെ വഴിയെ നീ മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. നീ ഒരു സ്വർണ്ണ പക്ഷിയാണ്, എൻ്റെ ഭാഗ്യക്കുറി. കൊത്തിയെടുക്കാൻ പോകുന്ന സ്വർണ്ണച്ചിറകുള്ള പക്ഷി. നിന്റെ കൂട് ഞാൻ കുറച്ചുകൂടി ബലമുള്ളതാക്കും. നീയെന്നും ഇങ്ങനെ ഈ കൂട്ടിലുണ്ടാവണം. ഇന്ദുവിന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവന് ദേഷ്യം വന്നാലോ എന്നോർത്ത് അവളൊന്നും ചോദിച്ചില്ല. അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തമർത്തി അവൻ മറ്റൊരംഗത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി.